എന്തുവാടാ? അമ്മേ, മുട്ട പൊട്ടിച്ചിരിക്കുന്നു. മുട്ട എങ്ങനെയാടാ ചിരിക്കുന്നത്? മുട്ട ഞാൻ പൊട്ടിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ദേ, നിങ്ങളൊന്ന് ഇവനെ വിളിക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, ഈ ശനിയും ഞായറും കണ്ടുപിടിച്ചവനെ ഇടിക്കണം. ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. എടാ എടാ ചിന്തു, ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛാ? അല്ല, നിനക്ക് മൺഡേ എക്സാം അല്ലേ? വല്ലതും പഠിച്ചോ? ആ, കണക്കാ. എന്തു പറഞ്ഞടാ? കണക്കേ, മാത്സ്. ആ, അത് കഴിഞ്ഞാൽ ചരിത്രം പാതി പഠിച്ചു. അതെന്താടാ പാതി പഠിച്ചത്? ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ദൈവത്തിന്റെ പാതി കൊണ്ട് തന്നെ ഞാൻ പാസ്സാകും. ഇവനെ കൊണ്ട് തോറ്റു. ഇങ്ങു വാ, ചരിത്രത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാത്തിനും ടപ്പേന്ന് ഉത്തരം പറയണം, കേട്ടല്ലോ? നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? ടപ്പേ. എന്തു പറഞ്ഞു? അച്ഛനല്ലേ പറഞ്ഞത് എല്ലാത്തിനും ടപ്പേന്ന് ഉത്തരം പറയണമെന്ന്? ഇനി ടപ്പേന്ന് ഉത്തരം പറയണ്ട. അടുത്ത ചോദ്യം, ടിപ്പു സുൽത്താൻ ഏത് യുദ്ധത്തിലാണ് മരിച്ചത്? അയാളുടെ അവസാന യുദ്ധത്തിൽ. അതും ശരിയാണല്ലോ. സാമ്രാട്ട് അശോകനെ കുറിച്ച് പറയാം. അശോകൻ തെറ്റില്ലാത്ത നടനാ. ഹരിഹർ നഗറിൽ കലക്കി. ദൈവമേ, ഇവൻ കുളമാക്കും. എടാ, നീ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓ പിന്നെ. എന്നാ പറ, ആരാ? 3 പേരും നല്ല ഫ്രണ്ട്സാ. സുഭാഷും ചന്ദ്രനും ബോസും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. മതി മോനെ, അച്ഛന് തൃപ്തിയായി. ഇനി മോൻ ചെല്ല്. ശരി അച്ഛാ. ടിൻഡു എവിടെ? അവൻ ഉറങ്ങുവാ. ഇനിയും എഴുന്നേറ്റില്ലേ അവന്? നീ അവനെ പോയൊന്ന് വിളിക്ക്. എന്ത് ഉറക്കമാടാത്? ഇന്നല്ലേ നിന്റെ എക്സാം? വേഗം എണീറ്റേ. എന്ത് ഉറക്കമാടാ ഇത്? ഇന്നല്ലേ നിന്റെ എക്സാം തുടങ്ങുന്നത്? വേഗം എണീറ്റേ. ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഒരു ശനിയാഴ്ച കിട്ടിയിട്ട് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താടാ ഇത്? ടീച്ചർ പറഞ്ഞിട്ടാ. എന്ത്? മുഖത്ത് പൗഡർ വാരി തേക്കാനോ? പകല് പഠിച്ചില്ലെങ്കിൽ രാത്രിയിൽ മേക്കപ്പ് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ. എങ്ങനെയുണ്ട്? കൊഴപ്പില്ല, കണ്ടിരിക്കാം. പരീക്ഷ എന്താടാ? സിനിമയാന്നോടാ? നീ മാർക്ക് പറ. മറ്റുള്ള പിള്ളേർക്കൊക്കെ സ്റ്റാറാ കിട്ടിയതെങ്കിൽ എനിക്ക് 3 കിട്ടിയത്. 3. 3? അതെ അച്ഛാ, 3 തന്നെ. ഇതാ കണ്ടില്ലേ? ഈ ടിൻഡു ആരാ മോൻ?